ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വരുന്നവർക്ക് അതിന് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സും കാണാം. ഞങ്ങളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ധാരാളം ബസ്സുകൾ ഇവിടെ സർവീസിലുണ്ട്. ആ ബസ്സിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. AC ബസ്സാണ്. നല്ല ചൂടുള്ള സമയമാണ്. 42 ഡിഗ്രി ചൂട് അനുഭവപ്പെടുന്ന സമയമാണ്. അപ്പോൾ AC ബസ്സൊക്കെ ആയതുകൊണ്ട് യാത്ര സുഖമാണ്. ഇരുവശങ്ങളിലുമായിട്ട് വിന്ധ്യ സാത്പുര പർവ്വതനിരകൾ കാണാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണുന്നതിന് മുൻപായിട്ട് തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിൽ പോയിട്ട് വരാൻ കഴിയും. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലെ വൈകുന്നേരത്തുള്ള ലേസർ ഷോയൊക്കെ കാണണമെങ്കിൽ ഒരു 3-4 മണിയോടെ നമ്മൾ അവിടെ എത്തിയാൽ മതി. അപ്പോൾ ലേസർ ഷോയും ഒക്കെ കണ്ടു മടങ്ങാം. ഇപ്പോൾ നമ്മൾ കണ്ടത് സുവോളജിക്കൽ പാർക്കാണ്. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ അവിടേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം വാലി ഓഫ് ഫ്ലവേഴ്സാണ്. നർമ്മദാ നദീതീരത്താണ് ഈ വാലി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയായ നർമ്മദാ നദീതീരത്താണ് നമ്മൾ പോകുന്നത്. 1312 കിലോമീറ്റർ നീളമുള്ള നർമ്മദാ നദി വടക്ക് വിന്ധ്യ പർവ്വതനിരകളും കിഴക്ക് മൈകാല പർവ്വതനിരകളും തെക്ക് സാത്പുര പർവ്വതനിരകളും പടിഞ്ഞാറ് അറബിക്കടലും ഈ നദീതടത്തിൻ്റെ അതിർത്തികളാണ്. മധ്യപ്രദേശിൽ അമർകണ്ടക് പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദാ നദി. ആ നർമ്മദാ നദിയിലുള്ള വലിയ അണക്കെട്ടാണ് നമ്മൾ കാണുന്നത്. ധാരാളം അണക്കെട്ടുകൾ വേറെയും ഈ നദിയിലുണ്ട്. ധാരാളം വെള്ളച്ചാട്ടങ്ങളുള്ള നദിയാണ് നർമ്മദാ നദി. ശക്തമായ ഒഴുക്കും അനേകം വെള്ളച്ചാട്ടങ്ങളുമുള്ള നദിയാണെന്ന് വായിച്ചിട്ടുണ്ട്. നർമ്മദാ അണക്കെട്ട് സർദാർ സരോവർ അണക്കെട്ടെന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഈ അണക്കെട്ടിന് അഭിമുഖമായിട്ടാണുള്ളത്. നല്ല കടുത്ത വെയിലും ചൂടുമാണ്. അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റാത്തത്ര ചൂടാണ്. ഇവിടെ ഒരു വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ കാണുകയാണ്. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ടാണ് ഇവിടെയുള്ളത്. ബോട്ടിങ്ങും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ജലസേചനവും അതുപോലെ വികസനവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 1987 ആരംഭിച്ച പദ്ധതിയാണിത്. എന്നാൽ ഇടയ്ക്ക് നർമ്മദാ ബച്ചാവോ ആന്തോളന ഭാഗമായിട്ട് ഇത് നിർത്തിവെച്ചിട്ട് വീണ്ടും 2001 ആരംഭിച്ച് 2017 ഈ അണക്കെട്ട് പദ്ധതി പൂർത്തിയായത്. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണിത്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒരുപോലെ വെള്ളവും വൈദ്യുതിയും യഥേഷ്ടം ലഭിക്കുന്നതിനായിട്ട് നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് ഈ സർദാർ സരോവർ അണക്കെട്ടെന്ന് പറയുന്നത്. ചരിത്രപരമായിട്ടും ആത്മീയമായിട്ടും വളരെ പ്രാധാന്യമുള്ളൊരു നദിയാണ് നർമ്മദാ നദി. ഇന്ത്യയിലെ 5ാമത്തെ നീളമേറിയ നർമ്മദയുടെ തീരങ്ങളും വളരെ പവിത്രമായിട്ട് തന്നെ കണക്കാക്കുന്നു. നർമ്മദ എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. സർദാർ സരോവർ അണക്കെട്ടിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം ഒഴുകി വരുന്ന വെള്ളമൊക്കെ കണ്ട് നദീതീരത്തൂടെ പൂക്കളും ചെടികളും ഒക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റിയ ഒരു താഴ്വരയാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു വനത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ ഈ നടന്നു കയറുന്ന വഴികളിലെല്ലാം തന്നെ ഇരുവശവും നല്ല വളരെ ബുഷിയായിട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് ചിട്ടയോടെ ക്രമീകരിച്ചിരിക്കുന്നു. കുറേ വൈൽഡ് ആനിമൽസിൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഉള്ളതാണോ എന്തോ അറിയില്ല. ബട്ടർഫ്ലൈ പാർക്കും സെൽഫി പോയിൻറ്റും ഫോട്ടോ പോയിൻറ്റും ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നർമ്മദാ നദിയുടെ തീരത്ത് വിന്ധ്യ സാത്പുര പർവ്വതനിരകളുടെ ഇടയിൽ ഇത്രയും മനോഹരമായ ഒരു പൂങ്കാവനം, ഭാരതവനമെന്നും ഇതറിയപ്പെടുന്നുണ്ട്. 24 ഏക്കറിൽ കൂടുതൽ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു ഗാർഡനാണിത്. 8 കിലോമീറ്ററെങ്കിലും ചുറ്റി നടന്ന് കാണാനുണ്ടെന്നാണ് പറയുന്നത്. ധാരാളം വൈവിധ്യമാർന്ന ചെടികളും പൂക്കളും അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ വാലി ഓഫ് ഫ്ലവേഴ്സിൽ 2 ലക്ഷത്തിൽ പരം പ്ലാന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഈ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഇടയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് പൂക്കളുണ്ടാകും, നല്ല ചൂടുള്ള സമയത്ത്. പക്ഷേ ഈ സമയത്തെ ചൂടിന് നമുക്ക് ഈ ഗാർഡനിലൂടെ മുഴുവൻ നടന്ന് കാണാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല. അത്രയ്ക്ക് ക്ഷീണിച്ചു പോകും പെട്ടെന്ന് നമ്മൾ. ശരിക്കും വിൻ്ററിലാണ് ഈ കാണാനൊക്കെ ഭംഗി. പക്ഷേ അപ്പോൾ പൂക്കൾ കുറവായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്ത് തന്നെ കാണണം. അത്രയ്ക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട്. ഈ വാലി ഓഫ് ഫ്ലവേഴ്സും അതുപോലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും ഒരു ദിവസം ഫുള്ള് കറങ്ങാനുണ്ട്.
ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാലി ഓഫ് ഫ്ലവേഴ്സിനോട് ചേർന്ന് ധാരാളം ഹോട്ടൽസും അതുപോലെ റിസോർട്ടുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഈ 24 ഏക്കറിൽ കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന ഈ വാലിയുടെ ഒരു മുക്കും മൂലയൊക്കെ ഞാൻ കണ്ടുള്ളൂ എന്ന് പറയുന്നതാണ് ശരി. ഒരു ഓട്ട പ്രദർശനം തന്നെയായിരുന്നു. അത്രയ്ക്ക് കഠിനമായ ചൂടായിരുന്നു, അതുപോലെ സമയക്കുറവും ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ പൂക്കളുടെയും ചെടിയുടെയും ഒക്കെ ഇടയിലൂടെ എത്ര നേരം വേണമെങ്കിലും സഞ്ചരിക്കാൻ ഇഷ്ടമാണ്. അത്രയ്ക്ക് പൂക്കളെ ഇഷ്ടമാണ്. പക്ഷേ പലരും നടന്നു പോകുമ്പോൾ പറയുന്നുണ്ട് ഇത് കാട്ടുചെടിയാണ്, കാട്ടുപൂവാണെന്നൊക്കെ പറയുന്നത് പലരെയും കണ്ടു. പക്ഷേ പ്രകൃതിയെ ആസ്വദിക്കാനും ചെടികളെ ആസ്വദിക്കാനും പൂക്കളെ ആസ്വദിക്കാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അനുഗ്രഹമാണ്, സന്തോഷമാണ്. ഗ്ലോ ഗാർഡൻ എന്നൊക്കെ ബോർഡ് കണ്ടു. അവിടെയൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്കായിട്ടുള്ള പാർക്കും അതുപോലെ അവിടെ പലവിധ എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ കാണണമെങ്കിൽ രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് തന്നെ കാണണം. ആ സ്ഥലങ്ങളൊന്നും വേണ്ട രീതിയിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ഭാഗത്താണ് കാക്ടസിൻ്റെയൊക്കെ നല്ല കളക്ഷനുള്ള സ്ഥലമാണ്. ഒത്തിരി കളക്ഷനുണ്ട് ഇവിടെ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. യൂണിറ്റി ഗ്ലോ ഗാർഡനിലേക്കൊന്നും കയറിയത് തന്നെ ഇല്ല, ദൂരെ നിന്നുള്ള കാഴ്ചയേ ഉള്ളായിരുന്നു. അവിടെ കൊച്ചുകുട്ടികൾക്കുള്ള പാർക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഞാൻ നടന്നത് മുഴുവൻ ഈ പൂക്കളുടെ ഇടയിൽ കൂടിയാണ്. ഞങ്ങൾക്കത് ഒത്തിരി സന്തോഷമായിരുന്നു. നാടൻ വെറൈറ്റികൾ ധാരാളം ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നവ തന്നെയാണ്. ബട്ടർഫ്ലൈ പാർക്ക് ഈ ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നദീതീരത്തോട് ചേർന്നുള്ള പ്രദേശം. അങ്ങ് ദൂരെ സ്റ്റാച്യു നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ കാണാം. ഏറ്റവും നല്ല രീതിയിൽ സ്റ്റാച്യു കാണാൻ കഴിയുന്ന സ്ഥലം ഇതാണെന്ന് തോന്നുന്നു ഈ വാലിയിൽ. സെൽഫി പോയിൻറ്റും അതുപോലെ ഫോട്ടോ ബൂത്തും ധാരാളമായിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം നിന്ന് ഓടി നടന്ന് ഞങ്ങളുടെ കൂട്ടുകാരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ചെടിയും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പ്രകൃതിയും ഈ താഴ്വരയും ഒത്തിരി കണ്ടിഷ്ടപ്പെടും, യാതൊരു സംശയമില്ല. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു, വളരെയേറെ ആസ്വദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും വരുന്നവർ ഇവിടെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യത്തക്ക രീതിയിൽ മാത്രമേ വരാവൂ. എങ്കിലേ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റൂ. ഐ ആം ഇൻ വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇവിടുത്തെ ബട്ടർഫ്ലൈ പാർക്കും സെൽഫി പോയിൻറ്റും ഒക്കെ അതിഗംഭീരമാണ്. ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.